എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയിസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ സംഭവമായിട്ടാണ്. നമ്മുടെ പാവയ്ക്ക ഉപ്പിലിട്ടത് ഈ അടുത്ത ഇടയ്ക്കൊരു കല്യാണത്തിന് പോയപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പാവയ്ക്ക ഉപ്പിലിടുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇന്ന് നമുക്ക് കുറച്ച് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഒരു കിലോ പാവയ്ക്ക ഞാനിത് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് ഉപ്പിലിട്ടാലോ? അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉപ്പിലിട്ട പാവയ്ക്ക കിട്ടി. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നമുക്കും അതുപോലെ തന്നെ ഒന്ന് ഉപ്പിലിട്ട് നോക്കാവേ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇട്ടേന്ന് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്കും ഒന്ന് ഉപ്പിലിട്ട് നോക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് അരിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് അരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഉപ്പൂടെ തേമി വെച്ചേക്കുവാണ്. ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ട്, പോട്ടെന്ന് ഓർത്ത്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രം തട്ടേ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാവേ. അപ്പോൾ നമ്മളിത് ഇഡ്ഡലി പാത്രം തട്ടൽ ഈ പാവയ്ക്ക നമുക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കും. ഒത്തിരി വെന്തളിഞ്ഞു പോകരുത്. പാവയ്ക്ക ഒന്ന് ആവി കയറുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കണേ. 2 പച്ചമുളകും കൂടെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാവേ. ഇത് കീറിയിട്ട് വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അന്നേരത്തേക്ക് അതിൻ്റെ ആ അരിയും എരിവുമൊക്കെ താഴോട്ട് ഇറങ്ങി പോവുകയില്ല. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ വെച്ച് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ പിന്നെ കീറിയിട്ടാൽ മതി. ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ പാവയ്ക്ക ഒന്ന് നല്ലപോലെ ഒന്ന് ആവി കയറി വന്നിട്ടുണ്ടേ. അതുകൊണ്ട് ഒത്തിരി വെന്ത് അങ്ങ് അളിഞ്ഞു പോകരുത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് വെക്കാവേ. നമ്മുടെ പാവയ്ക്ക നമ്മൾ വാട്ടി നല്ലപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുളക് ഒന്ന് രണ്ടായിട്ടൊന്ന് കീറിയിട്ട് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതിനകത്ത് എരിവൊക്കെ നമ്മുടെ പാവയ്ക്കയിലേക്കൊന്ന് പിടിച്ചോളും. മുളക് ഒന്ന് വാട്ടുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ വാട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ഈ കല്യാണത്തിനൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയ മുളകായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഉപ്പ്, ഒരു 2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 2 തികച്ച് വേണമെന്നില്ല. ഇനി അതിനകത്തോട്ട് നമ്മൾ തിളപ്പിച്ച ആറിച്ച വെള്ളം നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും പാവയ്ക്ക നമുക്കുണ്ട് അതിൻ്റെ അളവിന് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമുക്കൊരു 1/4 ഗ്ലാസ് നമ്മുടെ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ? എന്നിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഉപ്പും ആ വിനാഗിരിയുടെയും കൂടെ ഒരു അളവുണ്ടല്ലോ, അതൊന്ന് നോക്കണം. ഇച്ചിരി ഉപ്പ് കുറവാണ്. നമ്മുടെ പാവയ്ക്കയ്ക്ക് ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ടല്ലോ. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുളകും, കീറി വെച്ച മുളകും ഒക്കെ കൂടെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ടൊരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതെടുക്കാം. ഇപ്പോൾ നാളെ തൊട്ട് ഇവിടെ എല്ലാവരും എടുക്കുക തുടങ്ങും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് പാവയ്ക്ക ഇട്ടിട്ട് പിന്നെ വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം നമുക്കിട്ട് കൊടുക്കാവേ. ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ശകലവും കൂടെ നികക്കെ കിടക്കാൻ വേണം. അതുകൊണ്ട് ആ എടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയ്ക്ക് അത്രയുള്ള വെള്ളം ഞാൻ ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഒത്തിരി വിനാഗിരി ഒഴിക്കരുത്. അപ്പോൾ ആ വിനാഗിരിയുടെ കുത്തരി ചൊവയാവും. ആ ഒരു ചെറിയ പുളിയും ആ ഉപ്പും എല്ലാം കൂടെ ചേർന്ന് തന്നെ പിടിക്കട്ടെ. നമുക്ക് നാളെ ഒന്ന് എടുത്ത് നോക്കാവേ. നാളെയല്ലേ നമുക്ക് എടുക്കുമ്പോൾ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാവയ്ക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു 3-4 ദിവസമായി, പക്ഷേ ഇവിടെ എല്ലാവരും ഇത് കൂട്ടി തീർത്തു. ഇത് കണ്ടോ, നമ്മുടെ മാങ്ങ ഒക്കെ ഉപ്പിലിടുന്ന പോലെ തന്നെ ഇരിക്കുന്നു. ഇത് ഒട്ടും അലിഞ്ഞു പോയിട്ടോ ഒന്നുമില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ഇട്ട് നോക്കണേ. അടിപൊളിയാണ്. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ പാവയ്ക്ക ഉപ്പിലിട്ട് ഒരെണ്ണം ഒന്നെടുത്ത് കഴിച്ച് നോക്കാവേ. ഇതുണ്ടോ, നല്ല ഒട്ടും അലിഞ്ഞൊന്നും പോകാതെ നല്ല ടേസ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയുണ്ട്. നമ്മളൊന്ന് ആവി കയറ്റിയതൊക്കെ ആയിരുന്നു, പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ഇതില്ല. ഒട്ടും കയ്പ്പില്ല. നല്ലൊരു ചെറിയൊരു കയ്പ്പുണ്ട്. എന്നാൽ വേറെ കയ്പ്പ് ഇല്ലതാനും. നല്ലതാണ്. മാങ്ങ അച്ചാർ ഇടുന്ന പോലെ. പാവയ്ക്കൊക്കെ ഒത്തിരി കിട്ടുന്ന സീസണിൽ
എല്ലാവരും ഇങ്ങനെയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.